വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കാൻ വരാം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സത്യാമ്മേ ഈ ഷർട്ട് ഞാൻ വെച്ചോട്ടെ എന്ന് രോഹിത് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിയിട്ട് എന്നാൽ ഇത് നീ തന്നെ വച്ചോ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് രോഹിത് പറയുകയാണ്, സത്യാമ്മ ഒരു ചെറിയ കാര്യം കൂടി, ഇതിന് പകരമായിട്ട് സുസ്മിതയോട് വേറൊന്നും ചോദിക്കരുത് എന്ന് സത്യാമ്മ പറഞ്ഞേക്കണമെന്ന് കവിളിങ്ങനെ തടവിക്കൊണ്ട് രോഹിത് പറയുന്നുണ്ട്. അന്നേരം ഇല്ല, അത് ഞാൻ അവളോട് പറഞ്ഞേക്കാം, ഇച്ചിരി അടക്കവും ഒതുക്കവും ഒക്കെ കൂടുതലുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയോട് പറയുന്നുണ്ട്. രോഹിത്തിനോട് ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുപേരെയും നോക്കിയെന്ന് ചിരിച്ചിട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. രോഹിത് അങ്ങ് ചിരിക്കുകയാണ്. പക്ഷേ സുസ്മിതയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതേസമയം ഇതൊക്കെ മുകളിൽ നിന്ന് കാണുന്ന ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്, ഈ സീനെല്ലാം കണ്ടിട്ട് എനിക്കൊരു സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്, ഇയാൾ എന്താ വരാൻ ഇത്രയും വൈകിയതെന്ന്. അത് കേട്ടങ്ങ് ചിരിക്കുകയാണ് വിഷ്ണുവും. തുടർന്ന് ദേഷ്യത്തോടെ നിൽക്കുന്ന സുസ്മിതയോട് രോഹിത് പറയുന്നുണ്ട്, ദേ വേണമെങ്കിൽ ഇനി ഈ ഷർട്ട് നീ തന്നെ വച്ചോ എന്ന്. അന്നേരം പോടാന്ന് ദേഷ്യത്തോടെ സുസ്മിത പറയുമ്പോൾ താങ്ക് യു മാഡം എന്ന് പറയുകയാണ് രോഹിത്. തുടർന്ന് ദേഷ്യപ്പെട്ട് സുസ്മിത അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് രോഹിത് മുകളിലേക്ക് നോക്കിയിട്ട് പ്ലാൻ സക്സസ് എന്നുള്ള രീതിയിൽ കൈയെടുത്ത് കാണിക്കുകയാണ് വിഷ്ണുവിനെയും ശാലിനിയെയും. അതേപോലെ അവരും തിരിച്ച് കൈ കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് വസുമതിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് റോഷ്നിയുടെ അച്ഛനും അമ്മയും. ചിത്ര ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവരൊരു നീരസത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അന്നേരം കാര്യം എന്താണെന്ന് വസുമതി തിരക്കുന്നുണ്ട്. അന്നേരം നാടടക്കം നമ്മൾ കല്യാണമൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു, ഇനി അതിനൊരു മുടക്കം ഉണ്ടാകരുത്, ഒരു തടസ്സവും കൂടാതെ ഈ വിവാഹം നടക്കണം, ഡൈവോഴ്സൊക്കെ ആയിട്ടില്ലെന്നും രണ്ടാമത്തെ ബന്ധമാണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം, ഇനി ഇതിൽ നിന്നും ഞങ്ങൾക്ക് പിന്മാറാനാകില്ല എന്ന് റോഷ്നിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അന്നേരം അതിന് മാത്രം എന്ത് സംഭവിച്ചെന്നാണ് എന്ന് വസുമതി ചോദിക്കുമ്പോൾ അങ്ങനെ ആ ബന്ധം ഇനി തുടരില്ല എന്നൊക്കെ വസുമതി പറയുന്നുണ്ട്. അന്നേരം പിന്നെയാണോ തൊട്ടിൽ കെട്ടാനും താരാട്ട് പാടാനും ഒക്കെ അവൻ കൂടെ നടക്കുന്നത്? ഞങ്ങൾക്ക് വാക്ക് തന്നത് വസുമതിയാണ്, ഇത് മുടങ്ങിയാൽ അതിനുള്ള ഉത്തരം വസുമതി തന്നെ ഞങ്ങൾക്ക് തരണം, ഇതൊരിക്കലും മുടങ്ങാൻ പാടില്ല, ഇത്രയും സംസാരിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് റോഷ്നിയുടെ അച്ഛനും അമ്മയും വസുമതിയോട് പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാത്രി ശാരദാമ്മയുടെ വീടാണ്. അവിടെ ശാരിക അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അച്ഛൻ രാജീവ് സാറിനോട് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞെങ്കിൽ ഇതുവരെയായിട്ട് സാറിനെ വിളിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ റൂമിൽ ആലോചിച്ച് നടക്കുമ്പോൾ വലിയേച്ചി ഭക്ഷണം കഴിച്ചു എന്നും പറഞ്ഞ് ശ്യാമ വരികയാണ്. അന്നേരം ആ കഴിച്ചു എന്ന് പറയുമ്പോൾ അമ്മ കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം അത് മൂളി ശാരിയെ കേൾക്കുമ്പോൾ അതെന്താ അങ്ങനെ, അതിനുള്ള കാരണം അറിയണ്ടേന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ഞാൻ എന്തിനാ അറിയുന്നത്, അമ്മ കഴിച്ചില്ലെങ്കിൽ അമ്മയോട് പോയി പറയാം എന്ന് ശാരിയെ അങ്ങ് ദേഷ്യം പറയുന്നുണ്ട്. അന്നേരം ഇവിടത്തെ പ്രശ്നം ഇപ്പോൾ വല്യേച്ചിയാണ്. ഇവിടെ ഒരു തള്ളയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, അവരോട് ഞാൻ കുത്തിക്കിഴിഞ്ഞ് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഉച്ചയ്ക്ക് അച്ഛൻ ഇവിടെ വന്നപ്പോൾ ചേച്ചി ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചില്ലേ, അത് കാരണം അമ്മയുടെ വയറ് നിറഞ്ഞു, അതുകൊണ്ടാണ് അമ്മ കഴിക്കാത്തതെന്ന്. അന്നേരം ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ശാരികയാണെന്ന് പറഞ്ഞപ്പോൾ ശാരികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നാണെന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം കെട്ടിച്ച് വിട്ടാൽ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് നിൽക്കേണ്ടത്, അല്ലാതെ ഇവിടെ വന്ന് നിൽക്കുകയല്ല. ചേച്ചിയെ പോലെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ കുഞ്ഞേച്ചിയെയും, 10ന്റെ പൈസ ചോദിച്ചുകൊണ്ട് കുഞ്ഞേച്ചി ഇങ്ങോട്ട് വരാറുണ്ടോ, 1 രൂപയും ചേച്ചിക്കും കൊടുത്തിട്ടില്ല, ചേച്ചിയാണെങ്കിലോ അവകാശം ചോദിക്കുന്നു, അമ്മയുടെ സ്ത്രീധനം ചോദിച്ച് അച്ഛൻ്റെ അലമാര തപ്പുന്നു, പരമ കഷ്ടം തന്നെ, കെട്ടിച്ചു വിട്ട ഭർത്താവിൻ്റെ നട്ടലിന് പകരം വാഴനാരാണെന്നേ നാട്ടുകാർ ഇത് കേട്ടാൽ പറയൂ എന്നൊക്കെ അങ്ങ് ശ്യാമ അടന്ന് ഉച്ചത്തിൽ ശാരിയോട് സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് ആകെ വാവളിച്ച് ശാരിയെ നിൽക്കുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് ശാരദാമ്മയും വരുന്നുണ്ട്. തുടർന്ന് നാണക്കേട് തന്നെയെന്നും പറഞ്ഞ് ശാരിയെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാരിയെ പിടിച്ച് വലിച്ച് ശ്യാമയെ പിടിച്ച് വലിച്ച് മുന്നോട്ട് നിർത്തുകയാണ് ശാരിക. നിനക്കിപ്പോൾ ഞാൻ നാണക്കേട് ആയി അല്ലേടി, ഞാനിങ്ങനെ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും നാട്ടുകാരുടെ മുഖത്ത് നോക്കാതിരിക്കാനായിട്ട് ശാരിക ഇതുവരെ ഒരു നാണക്കേടും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടവരുടെ ബൈക്കിൻ്റെ പുറകെയൊന്നും കയറിയിരുന്ന് ഞാൻ പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പിറകെ മാത്രമേ ഇരുന്ന് പോയിട്ടുള്ളൂ, അതെൻ്റെ രാജീവ് സാറിൻ്റെ കൂടെയാണ്. നീ ഈ പറഞ്ഞല്ലോ രാജീവ് സാറിൻ്റെ നട്ടലിന് പകരം വാഴനാരാണെന്ന്, അതായിരുന്നെങ്കിൽ നീ ഇപ്പോഴും മയക്കുമരുന്നടിച്ച് കറങ്ങി നടന്നേനെ, നിന്നെ രക്ഷിച്ചത് രാജീവ് സാറല്ലേ, എന്താടീന്നും പറഞ്ഞ് ചോദിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുന്നുണ്ട് ശാരികയും ശ്യാമയും തമ്മിൽ. പക്ഷേ മയക്കുമരുന്നിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് വീണ്ടും ശാരിക എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ ശാരികയെ ഉറക്കെ വിളിക്കുകയാണ് വാതിൽക്കൽ നിൽക്കുന്ന ശാരദാമ്മ.
തുടർന്ന് ശാരിക വീണ്ടും പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന്. അന്നേരം ആകെ ഭ്രാന്ത് കയറിയ പോലെ നിൽക്കുകയാണ് ശ്യാമ. നീ എന്തു പറയുമെന്നാടി, പറയടി, നീ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്, ഇവളെന്താ പറയുന്നതെന്നും പറഞ്ഞ് അങ്ങ് പരസ്പരം ബന്ധമില്ല ദേഷ്യത്തോടെ അവള് എന്നൊക്കെ വിളിച്ച് ശ്യാമ സംസാരിക്കുകയാണ്. അന്നേരം നീ എന്നെ എന്താ വിളിച്ചത്, അവളെന്നോന്നും പറഞ്ഞ് രണ്ടുപേരും പരസ്പരം വഴക്കടിക്കുകയാണ്. അതൊന്ന് ശാരദാമ്മ അങ്ങോട്ട് പിടിച്ചു മാറ്റാനായിട്ട് ചെല്ലുമ്പോൾ അമ്മ അങ്ങോട്ട് മാറി നിന്നേന്നും പറഞ്ഞ് ശ്യാമ ശാരദാമ്മയെ പിടിച്ച് അങ്ങ് ദൂരേക്ക് തള്ളുന്നുണ്ട്. തുടർന്ന് ഇവളെ ഇന്ന് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ശ്യാമ ശാരികയെ അങ്ങ് കട്ടിലേക്ക് തള്ളിയിടുകയാണ്. എന്നിട്ട് കഴുത്തിന് കുത്തി പിടിക്കുന്നുണ്ട്. ഇവളെ ഞാൻ കൊല്ലും, ഇവളെ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നും പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ടൊരു ഭ്രാന്തിയെ പോലെ അങ്ങ് ശ്യാമ പെരുമാറുന്നുണ്ട്. തുടർന്ന് ഒരുവിധം ശാരദാമ്മ പിടിച്ചു മാറ്റുകയാണ്. തുടർന്ന് ശാരികയ്ക്ക് ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്, കഴുത്തിന് ഇറുക്കി പിടിച്ചത് കാരണം. തുടർന്ന് ശ്യാമയെ അങ്ങ് ശാരദാമ്മ പിടിച്ചു മാറ്റുമ്പോൾ ശാരിക കഴുത്തൊക്കെ തടവിക്കൊണ്ട് പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞതുപോലെയൊന്നുമല്ല, ഇവൾക്ക് ഭ്രാന്തെന്ന്. അന്നേരം ശാരികയെ ദേഷ്യത്തോടെ വിളിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ഇവളെ കൊണ്ടുപോയി ചങ്ങലക്കിട്, ഇവള് മറ്റുള്ളവരെ ഉപദ്രവിക്കും എന്ന ദേഷ്യത്തോടെ ശാരിക പറഞ്ഞിട്ട് ശാരിക അങ്ങ് ഉമ്മറത്തേക്ക് പോയിരിക്കുന്നുണ്ട്. അന്നേരം നിന്നങ്ങ് വിറയ്ക്കുകയാണ് ശ്യാമ. തുടർന്ന് ശാരദാമ്മയോടും ശ്യാമ ദേഷ്യപ്പെടുകയാണ്, അമ്മ എന്തിനാ നിന്ന് നോക്കുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന്. അന്നേരം ഒന്നും പറയാതെ ശാരദാമ്മയും അങ്ങ് മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് പുറത്തേക്ക് വന്ന ശാരദാമ്മ ശാരികയോട് ചോദിക്കുകയാണ്, ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിപ്പിക്കരുത് എന്ന് പറഞ്ഞ കാര്യമാണ് നീ ഇപ്പോൾ അവളോട് പറഞ്ഞതെന്ന്. അന്നേരം വീണ്ടും ദേഷ്യത്തോടെ അങ്ങ് ശാരിക ചോദിക്കുകയാണ്, അവൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ, അവൾ ആരാ സ്വത്തിൻ്റെ കണക്ക് ചോദിക്കാനെന്ന്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, നീ ആരാ, നിന്നെ പോലെ തന്നെയാണ് അവളും, അവൾക്കും ശാലിനിക്കും ഒക്കെ തുല്യ അവകാശമാണ്. ജീവിതത്തിൽ പൈസയുടെ കണക്ക് ചോദിച്ചാൽ പിന്നെ നമ്മൾ തമ്മിൽ വീണ്ടും അന്തരം ഉണ്ടാവും. മുമ്പ് നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നീ ഒന്ന് കണ്ണാടിയിൽ പോയി നോക്ക്, അങ്ങനെ നോക്കിയാൽ 2 വർഷത്തിന് മുമ്പുള്ള ശാരികയെ അവിടെ കാണാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ശാരിക മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അത്രയും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശാരദാമ്മ ശ്യാമയുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ശ്യാമ ചീത്തയാന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് പിറുപിറുത്തുകൊണ്ട് കട്ടിലങ്ങ് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ശ്യാമ. അത് കണ്ടിട്ട് സങ്കടം വന്ന് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശാരിക നിന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ ശാരികയെ കാണുന്നില്ല. തുടർന്ന് വിഷമിച്ച ഉമ്മറപ്പടിയിൽ തന്നെ ശാരദാമ്മ ഇരിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തങ്ങ് ദേഷ്യം കൊള്ളുകയാണ് സുസ്മിത. ഷർട്ട് വിഷ്ണുവിന് കൊണ്ടു കൊടുത്തതും വിഷ്ണു അത് രോഹിത്തിന് കൊടുത്തതും ആ സംഭവങ്ങളൊക്കെ സുസ്മിത ഓർത്തുകൊണ്ട് ഹാളിലേക്ക് വരികയാണ്. അന്നേരമാണ് ശാലിനി രാത്രി എല്ലാവർക്കുമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെക്കുന്നത്. അന്നേരം നീ എന്നെ മനഃപൂർവ്വം പെടുത്തിയതാണല്ലേ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സുസ്മിത എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. തുടർന്ന് അത് മനസ്സിൽ പറയുകയാണ്. തുടർന്ന് ഭക്ഷണമൊക്കെ വെച്ച ശേഷം ശാലിനി വീണ്ടും അങ്ങ് അടുക്കളയിലേക്ക് പോകുമ്പോൾ സുസ്മിത ആരും കാണാതെ വന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ഇടൊന്നും ജഗിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് ശാലിനി വരുന്ന വഴിക്ക് തറയിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് അങ്ങ് റൂമിൽ പോയി നിൽക്കുന്നുണ്ട്, മറഞ്ഞിരിക്കുകയാണ്. നീ ഇപ്പോൾ നടുപിടിച്ച് വീടുന്നത് ലൈവായിട്ട് കാണാൻ ഞാൻ നിൽക്കുകയാണ് എന്നും പറഞ്ഞ് സുസ്മിത ജനലിൽ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് മുകളിൽ നിന്നും താഴേക്ക് ഫോൺ വിളിച്ചുകൊണ്ട് വിഷ്ണു വരുന്നത്. ഇത് രാത്രി ആയില്ലേടാ, നല്ല ക്ഷീണമുണ്ട്, നാളെ ആവട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് തന്നെ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്നും ശാലിനിയും വരുന്നുണ്ട്. തുടർന്ന് വെള്ളത്തിലേക്ക് ചവിട്ടുന്ന ശാലിനി തെറ്റിയങ്ങ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വീഴാൻ പോവുകയാണ്. തുടർന്ന് ശാലിനി വീഴുമ്പോൾ വിഷ്ണുവിൻ്റെ കവിളിലേക്ക് ഒരു മുത്തം കൊടുത്തുകൊണ്ടാണ് ശാലിനി അങ്ങ് വീഴുന്നത്. തുടർന്ന് വിഷ്ണുവിനെ പിടിച്ച് ശാലിനി നിൽക്കുകയാണ്. പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു ഉമ്മ കിട്ടിയതിൽ വിഷ്ണു ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാലിനിയും അങ്ങ് വല്ലാതാകുന്നുണ്ട്. തുടർന്ന് ആകെ വിളറി വെളുത്ത് ശാലിനി നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു വാ വിളിച്ച് നിൽക്കുകയാണ്. അന്നേരം ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ വിഷയം മാറ്റാനായിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം പമ്പ കടന്നു, ഇപ്പം നല്ല ഉഷാറാണ് എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് സുസ്മിതയും. ഈ സീൻ കൂടി എനിക്ക് കാണേണ്ട വന്നല്ലോ, പക്ഷേ ഈ പണിയും പാളിപ്പോയല്ലോ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിടെ ഇരിക്കുകയെന്ന് ശാലിനി പറയുന്നു. അന്നേരം എവിടെയെന്നും പറഞ്ഞ് വിഷ്ണു അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം വിട് എന്നും പറഞ്ഞ് ശാലിനി ഒരുവിധം വിഷ്ണുവിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്.
തുടർന്ന് വിഷ്ണു കസേര നീക്കിയിട്ടിരുന്നിട്ട് ശാലിനിയുടെ കയ്യിൽ നിന്ന് മുത്തം കിട്ടിയത് ഓർത്തങ്ങ് ആസ്വദിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് സുസ്മിത പറയുന്നുണ്ട്, എൻ്റെ ഒരു കൈപ്പിഴ, അതിൽ സംഭവിച്ചതാണിത്. അവളെ ഇനി അങ്ങനെ വിലസാനായിട്ട് പറ്റില്ല, എന്തെങ്കിലും ഒരു പണി തിരിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ചിട്ട് സുസ്മിത പറയുകയാണ്, അത് തന്നെ വഴി. വെള്ളത്തിൽ ഇനി അങ്ങോട്ട് ഒന്നും അറിയാത്ത പോലെ നടന്ന് ചെന്നിട്ട് വെള്ളത്തിൽ ചവിട്ടി വീഴുന്നതായിട്ട് ഭാവിച്ച് വിഷ്ണുവേട്ടൻ്റെ ദേഹത്തേക്ക് വീഴാം, അത് തന്നെയെന്നും പറഞ്ഞു സുസ്മിതയും പോവുകയാണ് അതേപോലെ ശാലിനി വീണതുപോലെ ചെയ്യാനായിട്ട്. തുടർന്ന് വിഷ്ണു കാണാതെ സൈഡിലൂടെ വിഷ്ണുവിൻ്റെ പുറകിലേക്ക് ചെല്ലുകയാണ് സുസ്മിത. ശാലിനിയെ അങ്ങ് ഓർത്തിരിക്കുന്നുണ്ട് വിഷ്ണു സുസ്മിത ചെല്ലുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് സുസ്മിത വിഷ്ണുവിനെ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് കെട്ടിപ്പിടിക്കാനായിട്ട് ചെല്ലുകയാണ്. അന്നേരമാണ് സുസ്മിത ആലോചിക്കുന്നത്, വെള്ളത്തിൽ ചവിട്ടിയാണല്ലോ ശാലിനി വീണതെന്ന്. അന്നേരം അതുപോലെ ചെയ്യാനായിട്ട് സുസ്മിത ഇങ്ങനെ വരുമ്പോഴാണ് ആ സമയത്ത് തന്നെ പുറത്തു നിന്ന് രോഹിത്ത് വരുന്നുണ്ട്. തുടർന്ന് ആ രോഹിത്ത് എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് എഴുന്നേൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് രോഹിത്ത് വരുന്നുണ്ട്. പക്ഷേ സുസ്മിത ഇതൊന്നും കാണുന്നില്ല. സുസ്മിത വിഷ്ണുവിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. തുടർന്ന് വെള്ളത്തിലേക്ക് ചവിട്ടുന്ന സുസ്മിത തെറ്റി അങ്ങ് ചെന്ന് വീഴുന്നത് രോഹിത്തിൻ്റെ കൈകളിലേക്കാണ്. അന്നേരം വിഷ്ണു അങ്ങ് അന്തം വിടുന്നുണ്ട്. ഇതേസമയം അവിടേക്ക് വെള്ളം തുടയ്ക്കാനായിട്ട് മോപ്പുമായിട്ട് ശാലിനി വരുന്നുണ്ട്. ശാലിനിയും വിളിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് സത്യാമ്മയും എത്തുന്നുണ്ട്. അന്നേരം രോഹിത്ത് തൻ്റെ നെഞ്ചിലേക്ക് വീണ സുസ്മിത ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് പിടിക്കുകയാണ്. എന്നിട്ട് താടിയിലൊക്കെ ഇങ്ങനെ തടവുന്നുണ്ട്. ഉമ്മ കിട്ടിയതുപോലെ, പക്ഷെ ഉമ്മയൊന്നും കിട്ടിയില്ല. അന്നേരം ആകെ അന്തം വിടുകയാണ് സുസ്മിത. ഇത് കണ്ട് സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് സത്യഭാമയെ രോഹിത്ത് കാണുന്നില്ല, പുറകിലാണ് സത്യഭാമ നിൽക്കുന്നത്. അന്നേരം കണ്ണുകൊണ്ട് എന്തോ ആംഗ്യം കാണിക്കുകയാണ് വിഷ്ണു രോഹിത്തിനോട്. അന്നേരം തിരിഞ്ഞു നോക്കുമ്പോൾ സത്യഭാമ നിൽക്കുന്നതായിട്ട് രോഹിത്ത് കാണുന്നുണ്ട്. അന്നേരം രോഹിത്ത് അങ്ങ് പറയുകയാണ്, ഇങ്ങനെ പരസ്യമായിട്ടൊന്നും ചെയ്യില്ലേ സുസ്മിതയെ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കവിള് ഇങ്ങനെ തടവുകയാണ് രോഹിത്ത്. അന്നേരം അയ്യോ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അത് സമർത്ഥിക്കാനായിട്ട് സുസ്മിത ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ വന്ന് സുസ്മിതയെ വഴക്ക് പറയുകയാണ്, കുറച്ച് അടക്കവും ഒതുക്കവും ഒക്കെ വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന്. അന്നേരം ആൻറ്റി ഞാൻ വീഴാൻ പോയതാണെന്ന് പറയുന്നുണ്ട്. ആ ശരി വേറെന്തെങ്കിലും പറയാനുണ്ടോ നിനക്കെന്ന് ചോദിക്കുകയാണ്. വേറെന്ത് പറയാനാ, ഒന്നുമില്ല എന്ന് സുസ്മിത അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് രോഹിത്തിനോട് സത്യഭാമ പറയുകയാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സത്യഭാമയും പോകുന്നുണ്ട്. തുടർന്ന് അങ്ങ് അടക്കി പിടിച്ച് ചിരിച്ചോളം വയ്യ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി. തുടർന്ന് ആകെ ചമ്മി നിൽക്കുന്ന രോഹിത്തിനോട് വിഷ്ണുവും ശാലിനിയും കുറേ നേരം നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്ന് ചമ്മണ്ട, പൊയ്ക്കോ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ചിരിച്ചുകൊണ്ട് രോഹിത്ത് അങ്ങ് പോവുകയാണ്. തുടർന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട്, വിഷ്ണു ഏട്ടാ ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന്. തുടർന്ന് രോഹിത്തിനോട് മുറ്റത്ത് നിന്ന് സംസാരിക്കുകയാണ് സത്യഭാമ. അന്നേരം ഇതൊക്കെ മുകളിലെ മട്ടുപാവിൽ നിന്ന് വിഷ്ണുവും ശാലിനിയും കേൾക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. തുടർന്ന് രോഹിത്തിനെ വഞ്ചിച്ച് കടന്നു കളഞ്ഞ പെൺകുട്ടിയെ കണ്ടെത്താനായോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനുള്ള അന്വേഷണത്തിലാണ് എന്ന് രോഹിത്ത് പറയുകയാണ്. അന്നേരം ഇനി അവളെ മറക്കാനായിട്ട് രോഹിത്തിന് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രോഹിത്ത് മറുപടി ഒന്നും പറയാൻ നിൽക്കുമ്പോൾ ഈ സത്യഭാമ കുറേ ലോകം കണ്ടതാണ്, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അന്നേരം രോഹിത്ത് മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പെണ്ണ് വന്നാൽ നീ വിവാഹത്തിന് സമ്മതിക്കുമോ എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം കുറച്ച് ആലോചിച്ചിട്ട് സമ്മതിക്കാം സത്യാമ്മയെന്ന് രോഹിത്ത് തിരിച്ചു മറുപടി പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ച് മുകളിൽ മട്ടുപ്പാവിലിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. തുടർന്ന് സത്യഭാമ രോഹിത്തിനോട് ചോദിക്കുകയാണ്, രോഹിത്തിൻ്റെ അമ്മയുടെ നമ്പർ ഒന്ന് പറഞ്ഞേന്ന്. തുടർന്ന് നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് രോഹിത്ത്. തുടർന്ന് സന്തോഷമായിരിക്കും രോഹിത്ത്, നിന്റെ വിവാഹം ഉടൻ തന്നെ നടക്കും എന്ന് സത്യഭാമ രോഹിത്തിനോട് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് എന്തോ ആലോചിച്ച് നിൽക്കുന്ന രോഹിത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിനെയും ശാലിനിയും നോക്കുന്നുണ്ട്. അന്നേരം അവർ രോഹിത്തിനെ നോക്കി ചിരിക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. താങ്ക് യു.